പ്രസ് ചെയ്ത ഞാൻ നിന്നെ ശരിക്കും പ്രസ് ചെയ്യും. പിച്ചണോ? മാറ് പിച്ചാനോ കേട്ടാ. ഇവിടെ വാ പിച്ചാമ്പ. ഹായ് ഗൈസ് എന്ന് പറ. കേട്ടാ അവന്റെ കളി. ചാക്കോ അടിക്കും ഞാൻ. നോക്ക് എന്റെ തോമുക്കുട്ടനാ ഏറ്റവും പാവം കുട്ടി. ഇവൻ കൂർമ്പനാ. മാറ് പ്ലീസ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വാട്ട്സ് മൈ ബാഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു അഞ്ജന. ബിക്കോസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് എന്നോട് ഒരേ ഒരാളെ എന്റെ വാട്ട്സിന്റെ ബാഗ് ചോദിക്കുന്ന ഒരു വ്യക്തിയുള്ളത് അഞ്ജനയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം ഇട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചാൽ നമ്മളെ പെൺപിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഈ ബാഗ്, അതുപോലെ പേഴ്സ്, പിന്നെ ബാഗിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ അറിയാനും എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ആസ്മി ചേച്ചി എവിടെ പോവാൻ പെട്ടി പാക്ക് ചെയ്യാൻ നിന്നാലും ഞാനവിടെ ഉണ്ടാവും കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ കാണും ഇന്ന ട്രിപ്പ് പോവാന്ന്. അപ്പൊ ഞാൻ മനസ്സിൽ ഉറപ്പിക്കും ഒരു പെട്ടി പാക്കിങ്ങിന്റെ വീഡിയോ എന്തായാലും വരും എന്ന് ഞാൻ ഉറപ്പിക്കും കേട്ടോ. ഹലോ ഹലോ സൈലൻസ്. ഓക്കെ. അപ്പൊ ആദ്യം ഒരു വീഡിയോ എടുത്തു, അത് ചാക്കോ അത് കൊളമാക്കി. പിന്നെ ഞാൻ വീണ്ടും എടുക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ റീസെന്റ് നല്ല കുറച്ച് നാളുകളായിട്ട് ഹാൻഡ് ബാഗ്സ് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ചാക്കോ കൂടെ ഉള്ളതുകൊണ്ട് ഡയപ്പർ ബാഗ് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അവന്റെ പാലും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഡയപ്പർ ബാഗിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു മോചനം കിട്ടിയിട്ടില്ല. എന്നാലും എനിക്ക് ഹാൻഡ് ബാഗ്സ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ ചെന്നൈക്ക് പോയപ്പോൾ ഈ ഒരു ബാഗ് എടുത്തപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. വാങ്ങിച്ചിട്ട് കുറെ നാളായി. യൂസ് ചെയ്തത് ചെന്നൈക്ക് പോയപ്പോഴാന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു 3 റാക്ക് ഇതിൽ വരുന്നുണ്ട്. നടുക്കത്തെ ഇതിൽ മാത്രമേ സിബ് ഉള്ളൂ, ബാക്കി ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് കേട്ടോ. ദേ ഇവിടെ ഇങ്ങനെ സിബ് ഉണ്ട്. ഹലോ തോമോ, ഞാനിത് ജ്യോതി മാമിന് അയച്ചു കൊടുക്കൂട്ടോ. അപ്പൊ മര്യാദക്ക് ഇരിക്കേ. അവര് ക്രാഫ്റ്റ് പോലത്തെ എന്തോ ഒരു സാധനം ചെയ്തോണ്ടിരിക്കണം. മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാണ്. ഫോൺ കാണാണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതെ ഇതാണ് ബാഗ്. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പൗച്ചിലാണ് കരുതുക. ഇതൊരു 5-6 വർഷം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ജീവനും പ്രാണനും പോയി. അപ്പൊ ഞാൻ ഡിമാർട്ടിൽ പോയപ്പം എനിക്കിത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ട് 99 റുപ്പീസിനാണ് എനിക്കിത് കിട്ടിയത്. ഇതിലൊരു കുഞ്ഞു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ അകത്തായാലും സിബ് വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു റാക്സ് വരുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്യാം കേട്ടോ. ടാഗ് പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു പൗച്ച് ഞാൻ പറഞ്ഞില്ലേ ജീവനും പ്രാണനും ഒക്കെ പോയിട്ടിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വർഷത്തിലൊരിക്കൽ മാത്രം വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊട്ട്. ഞാൻ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി. ഞാൻ ഐടെക്സിന്റെ പല്ലവിയുടെ പൊട്ടാണ് കേട്ടോ. ഇത് ആദ്യം കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പൊട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോഴാണ് പിന്നെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മാർസിന്റെ ബ്രോ പാലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാ ഇതാണോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ. ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ഈ മാർസിന്റെ ഇത് വരുന്നത്. ഒരു എന്താ പറയുന്നത് 2 ബ്രഷ് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇപ്പൊ ട്രിപ്പ് നമ്മൾ അടുപ്പിച്ച് പോകുന്നോണ്ട് തന്നെ പിള്ളേരുടെ ഈ ഒരു ക്രീം കാണും കേട്ടോ. ഡെർമാഡ്യൂവിന്റെ ബേബി ക്രീം. നല്ല ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ഒരു റിഫ്രഷിങ് സ്മെല്ലാണ്. അതുണ്ട് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ജോവീസിന്റെ ഹെർബൽ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ആവശ്യമൊന്നുമില്ല, മഴ പെയ്തു തുടങ്ങി, എല്ലാം കഥാകുതായി. പിന്നെ മെബിലിന്റെ ഒരു ഇത് കണ്ടത് മറ്റേ ബ്ലഷിന്റെ ഒരു പാലറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇതുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെയൊക്കെ ലിങ്ക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര എനിക്കിഷ്ടമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഹലോ ബോഡി കാർ അവിടെ ഉണ്ട്. ബോഡി കാർ ചാക്കോ ഇതൊന്നും തൊടാൻ പാടില്ല. ഓക്കെ നോ. അതില് പാറ്റുണ്ട്. പാറ്റുണ്ട്. എന്തേലും ചെയ്യും. ഇതൊന്നും എടുക്ക.
തോമോ അല്ല ചാക്കോ ഇവിടെ തന്നെ. താങ്ക് യു ചാക്കോ, താങ്ക് യു തോമോ. അവിടെ പോയിരിക്കും പ്ലീസ് പ്ലീസ് പ്ലീസ്. പാലില്ല, കഴിഞ്ഞു. ഹലോ, ഒന്നൊന്ന് പോയേ നിങ്ങളൊന്ന്. ഈശോ, ഇതൊന്നും എടുക്കരുത് മോനെ, പോയേ പ്ലീസ്. തോമ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത കൂട്ടാ. ചാക്കോല് പാല് കൊടുത്തപ്പോ കൊടുക്കാം. മണി ചാക്കോയ്ക്ക് മറ്റേ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്താണ്ടല്ലോ, എടുത്ത് അമ്മാനാടും ചാക്കോ. അങ്ങനെയാണ് ചാക്കോ, അല്ലെ ചാക്കോ? വരൂട്ടാ. ഒരു വീഡിയോ എടുക്കാനുള്ള പാടേ. ഓ, രാജ്യം വിട്ടാലോന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മള് ഈ പൗച്ചിലെ സാധനങ്ങളാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെ ഞാൻ റീസെന്റ് തുടങ്ങിയതാണ് ഈ സ്റ്റേസിന്റെ ഗ്ലോസ് ലോക്ക് ലിപ്സ്റ്റിക് കേട്ടോ. 2-in-1 ലിക്വിഡ് ലിപ്സ്റ്റിക് ആണേ. ഇത് ഷെയ്ഡ് നമ്പർ 05 ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇവിടെ ഗ്ലോസ് വരും, ഇവിടെ ലിപ്സ്റ്റിക് വരും കേട്ടോ. അത് ഏകദേശം തീർന്നുണ്ടോ, നെല്ലടിച്ചു തുടങ്ങി. വെറുതെ ഇത് തോണ്ടുമ്പോ വരാത്തത്. പിന്നെ ഫേസസ് കാനഡയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് എന്താണാവോ, എനിക്കറിയില്ല കേട്ടോ. വാവോ, ഇതിന് പേരും നാളൊന്നും ഇല്ലേ. നല്ലൊരു ന്യൂഡ് ഫിനിഷ് ആണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഫേസസ് കാനഡയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് ലോറിയൽ പാരീസിന്റെ ഒരു മസ്കാരയാണ്. ഇത് ശരിക്കും ജമ്മാൻഡി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. മമ്മിയുടെ നിമ്മിളുടെയും ഒരു എന്താ പറയാ വെൽവിഷർ പോലത്തെ, വെൽവിഷർ എന്ന് പറയാൻ പറ്റില്ല, കസ്റ്റമർ കം ഫ്രണ്ട്. അവർ രണ്ടുപേരുടെയും ഫ്രണ്ട് ഒരു ദിവസം വന്നപ്പം ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കളർ ബാറിന്റെ സിന്ദൂരാണ്. കുറെ പേര് ചോദിക്കാറുണ്ട് സിന്ദൂർ ഏതാണ് യൂസ് ചെയ്യാറെന്ന്. ഇത് കളർ ബാറിന്റെ സിന്ദൂരാണേ. പിന്നെ ഇത് മാക്കിന്റെ D4 ഡേഞ്ചർ എന്ന് പറഞ്ഞ മിനി മാക് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. മാക്കിന്റെ ലിപ്സ്റ്റിക് ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഇടയ്ക്ക് ഇടാറുണ്ട്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടുമ്പോ ഇടാറുണ്ട് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ജമ്മാൻഡി ഗിഫ്റ്റ് ചെയ്താണ്. ഇതും ലോറിയൽ പാരീസിന്റെ എന്തിട്ടായിരുന്നു, ഐലൈനർ അല്ലേ, ലിക്വിഡ് ഐലൈനർ പെൻസിൽ, അതാണ് കേട്ടോ ഇത്. പിന്നെ എന്റെ ഫേവറേറ്റ് ആണ് മെബ്ലിന്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്, ഇങ്ക് ലിപ്സ്റ്റിക് എന്ന് പറയും കേട്ടോ. ഇത് ശരിക്കും ഞാൻ ആദ്യം കാണുന്നത് ഇവയുടെ സ്റ്റോറീസിൽ കണ്ടിട്ടാണ്. അവളോട് ചോദിച്ചെന്ന് തോന്നി ഞാൻ, അത് നല്ലതാന്ന് പറഞ്ഞു. ഇതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്, ഭക്ഷണം കഴിച്ചാൽ പോലും പോവില്ല ഇത് കേട്ടോ. ഇത് മെബ്ലിൻ ബ്രാൻഡിന്റെ ആണ്. പിന്നെ ഒരു വിഷ് കെയറിന്റെ ഒരു ലിപ് ബാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറ്റിയാൽ ഞാൻ ടാഗ് ചെയ്തോ, ഉള്ള സാധനമാണെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ ലാക്മിയുടെ ഒരു ഐലൈനർ, പണ്ട് എന്റെ സ്ഥിരം ഒരു സാധനമായിരുന്നു കേട്ടോ ഇത്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, പക്ഷെ ഇത് പെട്ടെന്ന് പടരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. തോമുകൂട്ട നോ നോയ്സ്, ഓക്കെ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാമാർട്ടിന് എന്തോ വാങ്ങിച്ചപ്പോ ഫേസ് വാഷ് ആണല്ലോ ഇത്, അല്ലല്ലോ, ഫേസ് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മിനിമലിസ്റ്റിന്റെ സ്കിൻ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് ആ പാക്കറ്റിന്റെ അകത്ത് അത്രേ ഉള്ളൂ. ഹലോ ചേട്ടൻ, അവിടെ വെച്ചത് ഇതാദ്യം ഞാനെടുത്ത് അകത്ത് വെക്കണം, കാരണം ചാക്കോ വളരെ കാര്യമായിട്ട് പണിയുന്നുണ്ട്. കാര്യമായിട്ടെന്ന് വെച്ചാൽ ഗൂഢമായിട്ട് പണിയുന്നുണ്ട്. ഈ പൗച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ എന്നോട് ഈ പറഞ്ഞ പോലെ വരുന്ന ചോദ്യമാണ് കേട്ടോ, ഡിവൈൻ ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാറെന്നുള്ളത്. ഇപ്പൊ കറന്റ്ലി ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല. അത്രയ്ക്കും നല്ല ഒരു പരിപാടി വരികയാണ്, ഒന്ന് അടിപൊളി ആവണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഡോട്ട് ആൻഡ് കീന്റെ ഈ ഒരു സ്റ്റോപ്പ് ക്രീമും ഫേസസ് കാനഡയുടെ ഈ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു, ചിലർ ചോദിക്കും ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടല്ലോ ചില ദിവസങ്ങളിൽ നിന്ന്. അപ്പം ഞാൻ ഇത് പീച്ചസ് ആൻഡ് ക്രീമിന്റെ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആണ് ഫേസസ് കാനഡയുടെ കേട്ടോ. നല്ല അടിപൊളിയാണ്, ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു ഫീലിംഗ് വരാറുണ്ട്. പിന്നെ ഈ ചോപ്പ് ക്രീമും നല്ലതാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീന്റെ സ്കിൻ കെയർ ഓഫറൊക്കെ വരുമ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ്, ഇത് മെബ്ലിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അപ് ടു 30 ഹവർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. ഇതും അത്യാവശ്യം നല്ലതാണ്. എനിക്ക് ഇതിന് മുമ്പത്തെ വെർഷനാണ് സത്യം പറഞ്ഞ മെബ്ലിന്റെ ഇഷ്ടം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ലോറിയലിന്റെ ഒരു ടിൻറ്റഡ് സിറം ഉണ്ട് കേട്ടോ.
ഇത് നല്ലതാണ്. ഇത് എന്റെ സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്. അപ്പൊ നല്ല അടിപൊളി പരിപാടിക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയതാണ്. ഇത് മാത്രമേ എനിക്കൊരു കുറേയായിട്ട് തോന്നിയുള്ളൂ. കണ്ടോ? ഇത് എനിക്കിഷ്ടായില്ല. ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ലാക്മിയുടെ 925 ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. ഇത് വാം ന്യൂട്രൽ ആണോ, നാച്ചുറൽ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്തിരുന്നതാണ് ഈ ഫ്രഷ് ടിന്നിന്റെ അതായത് മെബ്ലിന്റെ ഫിറ്റ്മിയുടെ ഈ ഒരു ഇത് അത്യാവശ്യം നല്ലതാണ്. ഇപ്പൊ ഞാൻ സ്ഥിരം ഫേസസ് കാനഡയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് വന്നാൽ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഹൈ ഗ്ലോ സൂപ്പറാണ് കേട്ടോ. അല്ലാത്തപ്പോ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്തപ്പോ ഫുൾ ഗിൽറ്റർ പോലെ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസൈറ്റിന്റെ പ്രൈമർ. ഇത് ഞാനിപ്പോ യൂസ് ചെയ്യാറേയില്ല. കാരണം മേക്കപ്പ് ഇടുന്നത് വളരെ കുറവായി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് അത് ഇടാറില്ല. പിന്നെ കുറെ പേരോട് ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി ഫേസ് ഹെയർ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഫേഷ്യൽ റേസർ ആണോ ഉപയോഗിക്കുന്നത്, ത്രെഡ് ആണോ വാക്സ് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ റേസർ വെച്ചിട്ട് നമ്മുടെ ഫേഷ്യൽ റേസർ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. വാക്സ് ഞാൻ പൊതുവെ ഫേസ് ചെയ്യാൻ ചെയ്യാറ്. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് കളറ് മാറും. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പം ഞാനിപ്പോ സ്ഥിരം യൂസ് ചെയ്യുന്നത് സാൻസിയുടെ ഐബ്രോ ഇതാണ് കേട്ടോ, ഫേസ് റേസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഭയങ്കര സ്മൂത്ത് ആണ് ഇതിന്റെ ബ്ലേഡ് കേട്ടോ. ഇൻസ്റ്റാമാർട്ടിന്നാ വാങ്ങിക്കുന്നത്. പിന്നെ അത്ര അത്യാവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒക്കെ വാങ്ങിക്കും. ഇത് നമ്മുടെ ബോഡി റേസർ ആണ് കേട്ടോ. ഇതും സാൻഫിയുടെ ഒട്ടുമിക്ക സാധനങ്ങളും എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇത് ഞാൻ ഓഫറിൽ എങ്ങാണ്ട് വാങ്ങിച്ചതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും കുറെ റിവ്യൂ കണ്ടിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു മീനു ലക്ഷ്മി ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ബാഗ്, മെയിൻലി ബാഗ് വിട്ടൊരു കളിയില്ലല്ലോ. ബാഗ് വെച്ച് തുടങ്ങിയതാണ്. അപ്പൊ ബാഗിനകത്ത് ഈ പറഞ്ഞ ഒരു പേഴ്സ് കാണും കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യം ഞാൻ കാണിച്ചു പോകും. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരുടെ ഇടയ്ക്ക് കയറുമ്പോൾ നമ്മുടെ സകലമാന കോൺസെൻട്രേഷനും നഷ്ടപ്പെട്ടു പോകും. അപ്പോ മണി ഇല്ല ചാക്കോ, ഇതെന്റെയാ. കുറച്ച് ID പ്രൂഫ് ഉണ്ട്, ATM കാർഡ്സ് ഉണ്ട്, പൈസ മണി കാണിക്കാൻ പറ്റില്ല. പിന്നെ സെന്റാൻസിന്റെ ഒക്കെ 2-3 കാർഡ് ഉണ്ട്. അല്ലല്ലോ, മണി നമുക്ക് അപ്പൊ വരുമ്പോ ചോദിക്കാം. അവന്റെ മണി ബാഗ് എടുക്കാൻ പോയിട്ടുണ്ട്. അവന്റെ അല്ല, തോമുന്റെ ആണത്. അപ്പൊ നമ്മുടെ ഈ ഒരു വെറൈറ്റി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് അഞ്ജനയ്ക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇനി ബാഗിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇതിനകത്ത് എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.